ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കറിയാം നമ്മുടെ കുറച്ച് മുമ്പ് LPSA പ്രൊഫഷണൽ ആൻസർ കീ നമ്മുടെ PSC ഇടുകയുണ്ടായി. സെറ്റ് എയുടെ ആൻസർ കീയാണ് PSC ഇട്ടിരിക്കുന്നത്. അത് വെച്ചുള്ള ആൻസർ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് വെരിഫൈ ചെയ്യുക, തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ 3 ക്വസ്റ്റ്യൻ ക്യാൻസലാക്കി കളയാനുള്ള സാധ്യതകളുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയുടെ അകത്ത് പറയാം. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും പറയാം. സോഷ്യലിനകത്ത് 2 ക്വസ്റ്റ്യനും സൈക്കോളജിക്കകത്ത് 1 ക്വസ്റ്റ്യനുമാണ് ഇപ്പം നിലവിൽ കാണുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അത് ചെയ്യേണ്ട എങ്ങനെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട രീതിയെന്നും ഇതിനകത്ത് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ആൻസർ കീ ഇട്ട് കഴിഞ്ഞ് 5 ദിവസമേ നമുക്കത് ചെയ്യുവാനായിട്ടുള്ള സമയമുള്ളൂ. സോ അതും എല്ലാവരും മാക്സിമം വിനിയോഗിക്കാനായിട്ട് പുതിയ ശ്രദ്ധിക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായപ്പോൾ നമുക്കത് ഗുണമല്ലേ ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ അപ്പിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടും അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനുള്ള ഈ സബ്മിറ്റ് നമ്മുടെ PSC പ്രൊഫൈൽ വഴിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അത് ഈ പ്രൊഫൈൽ വഴി സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് എല്ലാവരും ബാക്കിയുള്ള കൂട്ടുകാരോടും പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ കീ പറഞ്ഞു. PSC ഇട്ട ആൻസർ കീ വെച്ചുകൊണ്ടുള്ള ആൻസർ കീയാണ് പറയുന്നത്. അതിൽ വന്ന തെറ്റുകൾ നമ്മൾ വീഡിയോയ്ക്കിടയ്ക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്ന് വന്ന ആൻസർ കീയുടെ പ്രൊഫഷണൽ ആൻസർ കീ. ഇന്ന് വൈകുന്നേരം ഒരു 5:30-6 മണിയോടുകൂടിയാണ് വന്നത്. നമ്മുടെ സെറ്റ് എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഓരോ ആൻസേഴ്സ് പറഞ്ഞുതരാം. അതിൻ്റെ ഇടയ്ക്ക് തെറ്റുള്ള ക്വസ്റ്റ്യൻസും പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി പ്രാചീന മലയാളമാണ് കൃതി അല്ലാത്തത്. രണ്ടാമത്തേത് ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം, അത് ഖേത്രിയാണ്. മൂന്നാമത്തേത് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം നവംബർ 12, 1936. ഇനി ഉത്തരവാദിത്ത ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പട്ടം എ താണുപിള്ളയാണ്. അടുത്തത് CSIRൻ്റെ പൂർണ്ണരൂപം ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് ഉത്തരം വരേണ്ടത്. അടുത്ത സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വനിതകൾ ആരെല്ലാം? ഇതിൽ 1, 3, 4. ഓപ്ഷൻ ഇവിടെ ബി ആണ് ശരി. 1, 3, 4 ശരിയായിട്ടുള്ളത്. ഇനി യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇന്ത്യ വിൻസ് ഫ്രീഡം, സുഭാഷ് ചന്ദ്രബോസ്, അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി. അടുത്തത് ചുവടെ നൽകിയ സംഭവങ്ങൾ പരിഗണിക്കുക. ഭഗത് സിംഗ് തൂക്കിലേക്കപ്പെട്ടു, വാഗൻ ട്രാജഡി, മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ, ചൗരി ചൗര സംഭവം. നമുക്കറിയാം ഭഗത് സിംഗ് തൂക്കിലേക്കപ്പെട്ടത് 1931 വാഗൻ ട്രാജഡി 1921. അടുത്തത് മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ നടന്നത് 1909. അടുത്തത് ചൗരി ചൗര സംഭവം നടന്നത് 1922. അപ്പോൾ ആദ്യം വരേണ്ടത് ഏതാണ്? 3 അല്ലേ? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങളാണ് ആദ്യം വരേണ്ടത്. ഓപ്ഷൻ്റെ അകത്ത് 3 ഉള്ളൂ. പക്ഷേ നമ്മൾ അവസാനം നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അവസാനം വരേണ്ടത് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു ഓപ്ഷൻ 1, അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് അവസാനം വരേണ്ടത്. ഇതിലൊന്നും നോക്കുവാണെങ്കിൽ 3-ൽ തുടങ്ങി 1 അവസാനിക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലയിൻറ്റിന് പോകാം. ഇനി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ കീക്കകത്തുള്ള പ്രൊഫഷണൽ ആൻസർ കീക്കകത്തുള്ള ഉത്തരം വരുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് വന്നാൽ 3, 2, 4, 1 എന്ന് പറഞ്ഞു വരണമായിരുന്നു. പക്ഷേ ഇവിടെ വന്നത് തെറ്റാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഫയലിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കി വെച്ചോണം. 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. സെറ്റ് എയുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലയിൻറ്റ് പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തത് ഇത് നമുക്ക് കംപ്ലയിൻറ്റ് പോകാൻ ക്വസ്റ്റ്യനാണ്. 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആരാണ്? ശരിക്കും പറഞ്ഞാൽ ജനുവരി 29 നമ്മുടെ R ചമ്പകലക്ഷ്മി അന്തരിച്ചത്. ഇത് നമുക്ക് കംപ്ലയിൻറ്റിന് പോകാം കേട്ടോ. ക്വസ്റ്റ്യൻ റോങ് ആണെന്ന് പറഞ്ഞ രീതിയിലുള്ള കംപ്ലയിൻറ്റ് നമുക്ക് ഫയൽ ചെയ്യാം. ഫയൽ ചെയ്യേണ്ട രീതി വീഡിയോയുടെ അവസാനം പറയാം. സോ നോക്കി വെച്ചോണം. സെറ്റ് എയിലെ 10ാമത്തെ ക്വസ്റ്റ്യനും 11ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലയിൻറ്റിന് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ രഘുവേന്ദ്ര തൻവാറാണ്. അടുത്തത് പാർലമെൻറ്റിന് ചുമതല ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? അത് വരേണ്ടത് ബില്ലുകളുടെ അംഗീകരിക്കലാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉബീദിയ പീഠഭൂമിയാണ്. ഇനിയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമ നിർമ്മാണ വിഭാഗത്തിൽപ്പെടുന്നവരെല്ലാം രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. അടുത്ത ക്വസ്റ്റ്യൻ ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്.
ഇനി സാമൂഹികീകരണത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകൾ ശരിയാണ്. സോ മുകളിലുള്ളവയെല്ലാമാണ് ആൻസർ വരേണ്ടത്. ഇനി സ്കൂൾ പാഠപുസ്തകത്തിലെ ഭരണഘടനാ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭയാണ് ഛത്തീസ്ഗഡ്. അടുത്ത താഴെയുള്ള യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഫെർമി, ആൺസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, ഇവയെല്ലാം തന്നെ ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംരക്ഷിത ബലത്തിൻ്റെ നിർവചനത്തിൽ പെടുന്നത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ്. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ആദർശവാദത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത √μp/p ആണെങ്കിൽ ഇതിൽ പി മർദ്ദവും സാന്ദ്രതയുമാണെങ്കിൽ മ്യൂ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? അങ്ങനെയാണെങ്കിൽ അത് ഓപ്ഷൻ ബി CP CV എന്നിവ തമ്മിലുള്ള അനുപാതമാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, വ്യത്യസ്ത ഛേദതലത്തോട് കൂടിയ 2 സിറിഞ്ചുകൾ സൂചിയില്ലാത്ത വെള്ളം നിറച്ച് ഒരു ഇറുക്കിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ പിസ്റ്റൻ്റെ വലിയ പിസ്റ്റൻ്റെ വ്യാസങ്ങൾ യഥാക്രമം 2 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. ചെറിയ പിസ്റ്റൻ 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റൻ അനുഭവപ്പെടുന്ന ബലം എത്ര? അത് വരേണ്ടത് 25 ന്യൂട്ടനാണ്. ഇനി പ്ലസ് 2.5 ഡയോപ്റ്റർ പവറുള്ള ഒരു ലെൻസിന് മുമ്പിൽ 50 സെൻറ്റിമീറ്റർ അകലെ വെച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ രേഖീയ ആവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? മുമ്പിൽ വെച്ചുകൊണ്ട് -4 ആണ്. അടുത്തത്, 50 Ω, 100 Ω, 200 Ω വീതം പ്രതിരോധമുള്ള 3 ബൾബുകൾ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. 50 Ω പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടുതൽ പവർ. അതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ് വരേണ്ടത്. അടുത്ത ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഒരു വീസ്റ്റൺ ബ്രിഡ്ജാണ്. G എന്നതൊരു ഗാലനോമീറ്ററും ഗാലനോമീറ്ററിലെ കറണ്ട് 0 ആംപിയറാണ്. ഇനി ഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ-L1. ഇതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ 3 പോയിന്റും ശരിയാണ്. 1 A, B, C ശരിയാണ്. 1, 2, 3 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന ഉപശരികളിൽ ഏതിനാണ് കൂടുതൽ ഊർജ്ജമുള്ളത്? 3Dക്കാണ് ഊർജ്ജമുള്ളത്. ഇനി ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? 16ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത, താഴെ നൽകിയിരിക്കുന്ന ഒറ്റയ്ക്ക് നിയമം പാലിക്കാത്ത സംയുക്തം PCl5 ആണ്. STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിൻ്റെ വ്യാപ്തം 44.8 ലിറ്ററാണ്. ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? അത് ഹെൻറിയൻസ് നിയമമാണ്. ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? അത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് റീചാർജബിൾ അല്ലാത്ത ബാറ്ററി. അടുത്തത്, മോൺസ് പ്രക്രിയ വഴി ശുചീകരിക്കാൻ കഴിയുന്ന മൂലകമാണ് CO. അടുത്ത, ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രഥമ ഹരിതഗൃഹ വാതകമാണ് CO2. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്തത്, ഒരു ജീനിൻ്റെ ഒന്നിലധികം പ്രഭാവം കാണിക്കുന്നതാണ് പ്ലിയോട്രോപ്പിസം. ഓപ്ഷൻ ബി ആണ്. ഇനി ആധുനിക വർഗീയശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേഴ്സ് ആണ്. ജേക്കബ്സൺ ഓർഗൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗന്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത വർഷം താഴെ പറയുന്നവയിൽ വീഡ് കില്ലർ കളനാശിനി ഉപയോഗിക്കുന്നത് 2,4-D ആണ്. ലോക അൾഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 21 ഗാമ ടോക്കോഫെയർ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ് ഡോട്ട്സ്. ബേഡൈ ചിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്തത്? മിസോറാമിൽ നിന്നാണ്. ഇനി ഒരു വാട്ടർ ടാങ്കിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്കിൽ നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് 14 ലിറ്റർ. 0.48 × 5.6 × 0.28 ഡിവൈഡ് ബൈ 3.2 × 0.21 × 0.14 ഉത്തരം ഓപ്ഷൻ എ 8 ആണ്. ഒരു ക്ലോക്ക് മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന് മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് 10 ഡിഗ്രിയാണ്. അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. 3 ആണ് ഉത്തരം വരേണ്ടത്. അടുത്തത്, 8 സംഖ്യകളുടെ ശരാശരി 32. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. ഒഴിവാക്കിയ സംഖ്യ ഓപ്ഷൻ ഡി 39 ആണ്. 6A = 6B = 8C ആയാൽ A:B:C വാല്യൂ ഓപ്ഷൻ സി ആണ് 6:4:3. ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് ഇടപെട്ട് മുഴുകുന്നു. അവയെല്ലാം കൂടി ഒന്നിച്ച് മുഴങ്ങിയ ശേഷം 30 മിനിറ്റ് പൂർത്തിയാക്കുമ്പോൾ അവയ്ക്കിടയിൽ എത്ര പ്രാവശ്യം
ഒരുമിച്ച് മുഴുകിയിട്ടുണ്ടാവും. ഓപ്ഷൻ ബി 15. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. ആ ജോലി അവർ ഒരുമിച്ച് ചെയ്തു തീർത്താൽ എത്ര ദിവസം കൊണ്ടാണ് ജോലി പൂർത്തീകരിക്കുന്നത്? 2 ദിവസം കൊണ്ടാണ്. എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്തത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത്. എങ്കിൽ കാറിൻ്റെ വേഗത 100 km/h ആണ്. 20, 40, 22, 38, 26, 34. ബാക്കി വരുന്ന 2 സംഖ്യകൾ 32, 28 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു നിശ്ചയ തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കാൻ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ് എങ്കിൽ തുക എത്ര? തുക വരുന്നത് 4 ലക്ഷം രൂപയാണ്. ഓപ്ഷൻ ബി ആണ്. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഓപ്ഷൻ സി 9 ആണ്. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം ഓപ്ഷൻ എ ആണ്. 8% വരേണ്ടത്. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കുന്ന ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവ് 625 cm². ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. ഒരു കുടുംബത്തിൻ്റെ ബജറ്റിൽ വിവിധ ഇനങ്ങൾ നൽകുന്ന പരിഗണന ചുവടെ കൊടുത്തിരിക്കുന്നു. ഉത്തരം വരേണ്ടത് വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന 25%. അതിൻ്റെ കേന്ദ്ര കോണളവെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 90 ഡിഗ്രിയാണ്. ആദ്യ രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് കാൾ ഗുവാസ്റ്റ് യൂങ്. അടുത്ത 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് ഏത് വികാസത്തിന് ഉദാഹരണമാണ്? വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ സി ആണ് വരേണ്ടത്. അടുത്തത് നിഷേധം, ദമനം, യുക്തീകരണം, താതാത്മ്യീകരണം, ആക്രമണം തുടങ്ങിയ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവയെല്ലാം സമായോജനമാണ്. ഓപ്ഷൻ ബി. ഓർമ്മയെ ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ ജെ ബി വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധനാരാണ്? കാൾ ലാഷിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പരിഷ്കൃത യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വശാസ്ത്രം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമായിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യൻ പ്രചരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പ്രസ്താവന? ഇത് 1854 വുഡ് ഡെസ്പാച്ചിലാണ് പ്രതിപാദിക്കുന്നത്. ഇനി ഭൂതദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അത് മുഖ്യ സവിശേഷതകളിൽ പെടുന്നതാണ്. ഓപ്ഷൻ എ ആണ് വരേണ്ടത്. ദി നേച്ചർ ഓഫ് പ്രെജുഡീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഗോൾഡൻ വില്യർഡ് ആൽപോർട്ടാണ്, GW ആൽപോർട്ടാണ്. ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. ഉത്കൃഷ്ട എന്ന വികാരഭാവം ഏത് തരം ജന്മവാസിയിൽ പെടുന്നതാണ്? ആത്മസ്ഥാപനം എന്ന് പറഞ്ഞ ഇതിൽ പെടുന്നതാണ്. അടുത്തത് അഭിപ്രായത്തെക്കുറിച്ചുള്ള ഹിൽഗാർട്ടിൻ്റെ വിഭജനത്തിൽ പെടാത്തതാണ് ധാരണം. ഓപ്ഷൻ സി ആണ് വരേണ്ടത്. ഇനി ധാർമ്മിക വികാസഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റേതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് ലോറൻസ് കോൾബർഗ്. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിന് എന്താണ് പറയുന്നത്? പഠനാന്തരണം. അടുത്തത് ബിംബനഘട്ടം. ഇതൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പോകാൻ പറ്റുന്ന ഒരെണ്ണമാണ്. ബിംബനഘട്ടം നമുക്കറിയാം. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരോധഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്? ഓപ്ഷൻ സി പ്രകാരം വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ്. പക്ഷേ കറക്റ്റാണ്. എങ്കിൽ പോലും ഇവിടെ സാമൂഹിക ജ്ഞാനനിർമ്മിതി എന്ന് പറഞ്ഞ് കിടക്കൊണ്ട് തന്നെ അദ്ദേഹം ഒരു സാമൂഹിക ജ്ഞാനനിർമ്മിതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനും കംപ്ലൈൻറ്റിന് പോകാം കേട്ടോ. അപ്പം ഓപ്ഷൻ എയിലെ ഏതാണ് 10ാമത്തെ ക്വസ്റ്റ്യനും 11ാമത്തെ ക്വസ്റ്റ്യനും 72ാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റിന് പോകാം കേട്ടോ. 10ഉം 11ഉം 72ഉം കംപ്ലൈൻറ്റിന് വേണമെങ്കിൽ പോകാം. കാരണം ഇതിന് 2 ആൻസർ കീ തന്നെ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലും ഒരു കംപ്ലൈൻറ്റ് ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കിട്ടട്ടെ, ചുമ്മാ കൊടുത്തിടുക കേട്ടോ. അടുത്തത് താഴെ പറയുന്ന സർഗാത്മക ഘട്ടത്തിൽ പെടാത്തത് ഏതാണ്? അത് സംവാദാത്മക പഠനമാണ്. മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൽ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് പ്ലേറ്റോ. അടുത്ത് മാനസിക വൈകല്യം തടയുകയും പരിഹരിക്കുകയും ചെയ്യുന്ന എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിലുള്ള പ്രശസ്തമായ സ്ഥാപനമാണ് NIMH. ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. ഇനി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സിദ്ധാന്തയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതനാണ് CL ഹൾ. ഓപ്ഷൻ ബി ആണ്. ബ്രിഡ്ജസ് ചാർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകാരിക വികസനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൽബർട്ട് ബന്ദുരയുടെ നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ഓർമ്മയാണ് ഉൾപ്പെടാത്ത ഘടകം. ഓപ്ഷൻ ഡി ആണ്. ദൃശ്യപരവും സ്ഥലപരവും കഴിവുകളെ മാപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരവായിട്ട് വരേണ്ടത്.
അടുത്തത് വൈകാരിക ബുദ്ധിയെക്കുറിച്ചുള്ള ആഴത്തിലും ആധികാരികവുമുള്ള പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ഡാനിയൽ ഗോഡ്മാൻ. അടുത്ത ഇംഗ്ലീഷാണ്, വായിക്കുന്നില്ല. 81ാമത്തെ ആൻസർ വരേണ്ടത് ഗീവ് എവിഡൻസ് ആണ്. വാട്ട് ഈസ് ദി മെയിൻ തീം ഓഫ് ദി പാസേജ്? അത് വരേണ്ടത് മോണിറ്ററിങ് ദി റിയാക്ഷൻസ് ഓഫ് ദി ലിസണേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ടേം ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി സ്പീക്കർ മേ കണ്ടിന്യൂ. അടുത്ത വൺ ഓഫ് ദി സ്റ്റുഡൻറ്റ് വാസ് നോട്ട് വില്ലിംഗ് ടു ഡു ദി എക്സസൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് ഇൻ നോവൽസ്. അടുത്തത്, ദി പോലീസ് ഹാഡ് നോട്ടീസ് ദി വുമൺ എൻ്ററിങ് ദി room without permission. The doctor had already left when the patient reached the hospital. Which of the following the closest meaning of the word conviction? Strong belief ആണ്. The receptive skills are listening and reading. അടുത്തത്, which of the following is a scoring indicator of speech? അത് വരേണ്ടത് ഓപ്ഷൻ സിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ മലയാളമാണ്. ഓപ്ഷൻ 91ൻ്റെ കുഞ്ഞണ്ണി ആണ് ഉത്തരം വരേണ്ടത്. ഓപ്ഷൻ സി ആണ്. കേരള മോപ്പസാങ് അറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാള കഥാസമാഹാരമാണ് വാഴ്ത്തപ്പെട്ട പൂച്ച. നപുംസകലിംഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഓപ്ഷൻ ബി മേശ. മലയാളത്തോടൊപ്പം മറ്റ് ഏത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടത്? സംസ്കൃതമാണ്. കലാധരൻ എന്നത് സമാന പദമല്ലാത്തതാണ് രവി. അടുത്തത്, ശ്രവണ നൈപുണ്യയുടെ വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുകയും രസകരമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയുടെ നിങ്ങളുടെ പ്രതികരണം എന്താണ്? പ്രതികരണം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. കൈകൊണ്ട് കീറുന്നതിന് വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നു. ഏത് വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കുട്ടികളുടെ ശാരീരിക ചലന വികാസമാണ്. ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതാണ്? ആശയാവതരണ രീതി. ഓപ്ഷൻ ബി ആണ്. ഇനി ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയകൾ നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കുന്ന സൂചകങ്ങൾ മുകളിൽ പറഞ്ഞവയെല്ലാം. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ എയ്ക്കകത്തുള്ള എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഓപ്ഷൻ 10ഉം അതുപോലെ തന്നെ 11ഉം അല്ലേ? 10ഉം 11ഉം അതുപോലെ തന്നെ സൈക്കോളജിക്കകത്തുള്ള 72ഉം നമുക്ക് കംപ്ലയിൻറ്റ് വേണമെങ്കിൽ പോകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ പോവുക. അതിനുശേഷം നമ്മുടെ OTP വെച്ചുകൊണ്ട് ഫോണിലോ അല്ലെങ്കിൽ മെയിൽ ID-യിലോ നമ്മുടെ OTP വരും. OTP വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ PSC പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഒരു നീലക്കുളത്ത് നമുക്ക് റിക്വസ്റ്റ് എന്ന് കാണും. സെർച്ച് ചെയ്യണം, റിക്വസ്റ്റ് എന്ന് കാണും. ആ റിക്വസ്റ്റിൽ എഴുതിത്തരാം. ഓക്കെ, മുകളിൽ ചെന്നിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇങ്ങോട്ട് എഴുതാം കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ റിക്വസ്റ്റ് ആണ്. ഓക്കെ, റിക്വസ്റ്റ് എടുത്തു കഴിയുമ്പം നമുക്കതിൻ്റെ അകത്ത് റേസ് എ ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കാണും. റേസ് എ ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അവിടുന്ന് നേരെ സെലക്ട് റിക്വസ്റ്റ് ടൈപ്പ് എന്ന് ചോദിക്കും. അതിൽ നമ്മുടെ OMR കീ കംപ്ലൈൻറ്റിനകത്ത് ഒരു OMR കോഡ് കൊടുത്തിരിക്കും. അതായത് ഓപ്ഷൻ എ, ഈ കിടക്കുന്ന 88/24 ഓപ്ഷൻ എയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവിടെ ആ സെറ്റിനകത്ത് കിടക്കുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻ 10ഉം 11ഉം 72 കേട്ടോ നോക്കി വെക്കണം. നമ്മൾ കംപ്ലൈൻറ്റ് പോകുന്നത് 10, പിന്നെയുള്ളത് 11, പിന്നെയുള്ളത് 72ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് സോഷ്യലിൻ്റെ ക്വസ്റ്റ്യനും ഒരു സൈക്കോളജിയുടെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ കംപ്ലൈൻറ്റ് പോകുന്നത്. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം, നമുക്ക് കംപ്ലൈൻറ്റ് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സെറ്റിനകത്ത് ഓപ്ഷൻ എ ആണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യണം എന്താണ്? സെലക്ട് റിക്വസ്റ്റ് ടൈപ്പിൽ ആൻസർ കീ കംപ്ലൈൻറ്റ് OMR കേട്ടോ. സെലക്ട് റിക്വസ്റ്റ് ടൈപ്പിൻ്റെ അകത്ത് ആൻസർ കീ കംപ്ലൈൻറ്റിനകത്ത് OMR ഓൺലൈൻ എന്ന് പറഞ്ഞത് ചൂസ് ചെയ്യണം. OMR ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഓൺലൈൻ എന്നത് ചൂസ് ചെയ്യണം. ഓൺലൈൻ കേട്ടോ, ഓൺലൈൻ എന്നത് ചൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പോകേണ്ടത് പ്രൊസീഡ് എന്ന ബട്ടൺ ഞെക്കണം. പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഞെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയൽ എ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാണ്. ഫയൽ എ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾക്ക് ഓക്കെ ഫയൽ എ കംപ്ലൈൻറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും 20, നമ്മുടെ ഈ പരീക്ഷ നടന്ന ഡേറ്റ് അവിടെ ഓൾറെഡി തെളിഞ്ഞു വരും. 20/7/2024 എത്ര മണിക്കായിരുന്നു? 1:30. അപ്പം 13:30 PM നടന്ന OMR എക്സാം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ജനറേറ്റ് ആയിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവർ തരുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ A ആണ്. അവരിട്ട് ആൻസർ കീയുടെയും
എ ആണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ എ വെച്ചാണ് നമ്മൾ കംപ്ലയിൻറ്റ് പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ എ നമ്മൾ ചൂസ് ചെയ്തു. അവിടെ നമ്മൾ നമ്പർ കൊടുക്കണം. നമ്പർ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. അപ്പോൾ നമ്പർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ 1 തൊട്ട് 100 വരെ അതിനകത്ത് കാണും. അതിനകത്ത് നമ്മൾ നമ്പർ 10 ചൂസ് ചെയ്യണം. അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കംപ്ലയിൻറ്റിനുള്ള കാരണം എന്താണ്? ഇപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ കാരണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ? 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ കാരണം എന്നായിരുന്നു? നമ്മൾ ആ ഒരു ഓർഡർ തെറ്റാ അല്ലേ? നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ ആദ്യം വന്ന ഒന്നാമത്തെ ഓപ്ഷൻ അവസാനം വന്നില്ല. അതിനുള്ള കാരണം അവിടെ ടൈപ്പ് ചെയ്ത് കയറ്റുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സബ്മിറ്റ് ആവും. അതേപോലെ തന്നെ തിരിച്ച് ഇതേപടി പ്രോസസ്സ് വഴി റിക്വസ്റ്റ് എടുക്കുക, റൈസ് എ ന്യൂ റിക്വസ്റ്റ് എടുക്കുക, OMR ഓൺലൈൻ ക്വസ്റ്റ്യൻ എടുക്കുക, പ്രൊസീജിയർ എടുക്കുക, ഫയലെ കംപ്ലയിൻറ്റ് എടുക്കുക. 27-24 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് മനസ്സിലായി. ക്വസ്റ്റ്യൻ എയ്ക്കകത്തുള്ള 11ാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ സെറ്റിനകത്ത് നമ്മൾ ചെയ്തു. അതായത് ജനുവരി 29-നാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലയിൻറ്റ് പോവുക. അത് എന്താണ്? ഷീ ഡൈസ് ഓൺ ജനുവരി 29th എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് റീസൺ കൊടുക്കുക. അടുത്ത വീണ്ടും ഇതേപടി തന്നെ റിക്വസ്റ്റ് എടുക്കുക, റൈസ് എ ന്യൂ റിക്വസ്റ്റ് എടുക്കുക, OMR ഓൺലൈൻ എക്സാം എടുക്കുക, പ്രൊസീഡ് കൊടുക്കുക, ഫയലെ കംപ്ലയിൻറ്റ് കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. 27/2024 13:30 നടന്ന എക്സാമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിലേക്കകത്തുള്ള ക്വസ്റ്റ്യൻ നമ്പർ 72. നമ്മുടെ സൈക്കോളജി ക്വസ്റ്റിനകത്തുള്ള ബിംബന ഘട്ടമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 2 ഓപ്ഷൻ്റെ അകത്ത് സംശയം ഒതുങ്ങുന്നതാണെന്നുള്ള രീതിയിൽ നമുക്കതും കംപ്ലയിൻറ്റിന് പോകാം കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻ കംപ്ലയിൻറ്റ് കൊടുക്കുക. ഇത് നിങ്ങൾ കയറി നോക്കുമ്പോൾ ഉടനെ മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഉടനെ മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ ഫോൺ നമ്പർ ഉണ്ട്, അതിൻ്റെ അകത്താണെങ്കിലും വിളിച്ചു ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്ത് തരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. നമുക്ക് ബാക്കിയുള്ളവരെ കൂടിയും കംപ്ലയിൻറ്റ് കൊടുത്ത് ആ 3 ക്വസ്റ്റ്യൻ ക്യാൻസലായി നമുക്ക് അത്രയും നല്ലതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവരും നന്നായിട്ട് ഇനിയും വരാൻ പോകുന്ന LDC, LGS പോലുള്ള PSC കൂടിയിട്ടുള്ള എക്സാംസിനെല്ലാം തന്നെ നല്ല രീതിക്ക് പഠിക്കുക. ഈ ഒരു ഇപ്പോൾ നമുക്കറിയാമല്ലോ നല്ലപോലെ എല്ലാവരും പഠിച്ച ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് വിടാതെ നമ്മളതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ.